Hello friends, today we are going to discuss about the topic procedure of process costing. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ ഈച്ച് പ്രോസസ്. എല്ലാ പ്രോസസ്സിനും നമ്മൾ സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സെക്കൻഡ് വൺ, ബിസൈഡ്സ് പെർട്ടിക്കുലർ കോളം, 2 columns are provided on both sides of the process account, units and amount. രണ്ട് സൈഡിലും പെർട്ടിക്കുലർ കോളംസ് ഉണ്ടായിരിക്കും. പിന്നെ രണ്ട് സൈഡിലും 2 columns വീതം ഉണ്ടായിരിക്കും. അതിൽ ഒരു കോളത്തിൽ നമ്മൾ യൂണിറ്റ്സും രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എമൗണ്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. പ്രോസസ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വേസ്റ്റേജ്, സെയിൽസ് ഓർ സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് എക്സെട്ര ആർ റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോസസ് അക്കൗണ്ട്. വേസ്റ്റേജ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് സ്ക്രാപ്പ്, പ്രൊഡക്ട്സ്, അതൊക്കെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഷോസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവറി പ്രോസസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ദ ഔട്ട്പുട്ട് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ലാസ്റ്റ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് കംപ്ലീറ്റ് യൂണിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ് ഇൻ എവറി പ്രോസസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. അതായത് എവറി പ്രോസസ്സിൽ എല്ലാ പ്രോസസ്സിലും എൻഡ് ഓഫ് ദ പീരീഡിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ നമ്മൾ കംപ്ലീറ്റ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മുടെ പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ്. സെക്കൻഡ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസസ്. നെക്സ്റ്റ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ലോസസ്. നെക്സ്റ്റ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് പ്രോസസ് ഗെയിൻസ്. നെക്സ്റ്റ്, വാലുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. നെക്സ്റ്റ്, ഇൻ്റർ പ്രോഗ്രസ് പ്രോഫിറ്റ്സ്. നെക്സ്റ്റ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൽ ഫസ്റ്റ് വൺ, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ്. In the case it is very easy to prepare process account. A separate account is opened for each process. All costs are debited to the process account. The total cost of the process is transferred to the next process. Output of one process becomes the raw material of the subsequent process. At the end of each process, the cost per unit is obtained by dividing the total cost by the number of units. ഈ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കോസ്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്തുണ്ടായിരിക്കും, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് നമ്മൾ മറ്റൊരു പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻഡിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണിത്. പർട്ടിക്കുലർ യൂണിറ്റ്സ്, അതേപോലെ തന്നെ എമൗണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും കേട്ടോ. നോക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പ്രോസസ് ലോസ് ആണ്. നോർമൽ പ്രോസസ് ലോസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹെറന്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓർ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് അറൈസസ് അണ്ടർ നോർമൽ കണ്ടീഷൻ. ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ പാസ്റ്റ് ഡാറ്റ.
It is usually calculated as a certain percentage of output. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് അറൈസസ് നോർമൽ കണ്ടീഷൻസ് ആയിരിക്കും. എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് പാസ്റ്റ് ഡാറ്റയുടെ ബേസിസിലായിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇതാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഇൻ വെയ്റ്റ്. നോർമൽ ലോസ് ഈസ് നോട്ട് എ ലോസ്, സോ ഇറ്റ് should be included in the cost of production. Thus cost per good will increase. അതായത് നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ലോസ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോസ് ഇൻ വെയ്റ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ട്. നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഈ ലോസ് ഇൻ വെയ്റ്റ് നമ്മൾ കാണിക്കുന്നത്, റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ടേമിലായിരിക്കും നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് സോ ബിക്കോസ് ഇറ്റ് ഈസ് അൺസെയിൽസബിൾ ആൻഡ് ഇറ്റ് ഹാസ് നോ വാല്യൂ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസെയിൽസബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നോ വാല്യൂ ആയിരിക്കും. ദിസ് ദ നോർമൽ ലോസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഗുഡ്സ് ഔട്ട്പുട്ട് ആൻഡ് ദ കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് ഇൻക്രീസ് അക്കോർഡിംഗ്ലി. അതായത് നോർമൽ ലോസിൽ ഗുഡ് ഔട്ട്പുട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയ്റ്റ് ആൻഡ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ലോസ് ഇൻ വെയ്റ്റ് ഈസ് റെക്കോർഡഡ് ഓൺലി ഇൻ ദ ക്വാണ്ടിറ്റി column on the credit side of the process account. It means the amount column is blank. This is because no amount is realized in case of loss in weight. അപ്പോൾ ലോസ് ഇൻ വെയ്റ്റിൻ്റെ കേസസിൽ എമൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എമൗണ്ട് കോളം ബ്ലാങ്ക് ആണ്, അതുകൊണ്ട് തന്നെ എമൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഇൻ വെയ്റ്റ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് മൈനസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയ്റ്റ് ആൻഡ് സ്റ്റോക്ക് റിലേറ്റിംഗ് ടു പ്രീവിയസ് പ്രോസസ് ആർ നൗൺ. അതിന് ഇക്വേഷൻ പ്രൊഡക്ഷൻ ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് റിസീവ്ഡ് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് മൈനസ് യൂണിറ്റ്സ് ഓഫ് വേസ്റ്റേജ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ്, സ്ക്രാപ്പ്. Sometimes normal loss may have some realizable value. Then the loss is called scrap. Scrap is the incidental material residue coming out of certain types of manufacturing. It is salesable. Therefore, it has value. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിൽ ഈ മെറ്റീരിയൽസിൽ നിന്നും അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞത്. മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ, അതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ അത് വാല്യൂഡ് ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് ഇൻ പ്രോസസ് അക്കൗണ്ട്. സ്ക്രാപ്പ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ദ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ട്. സ്ക്രാപ്പ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് സ്ക്രാപ്പ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ക്വാണ്ടിറ്റി കോളം. ക്വാണ്ടിറ്റി ഓഫ് സ്ക്രാപ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി കോളത്തിലും ആൻഡ് ദ സെയിൽ പ്രൊസീഡ് ഓഫ് സ്ക്രാപ്പ് ഈസ് റെക്കോർഡഡ് ഇൻ ദ എമൗണ്ട് കോളത്തായിരിക്കും. സ്ക്രാപ്പ് പ്രൊസീഡ്സ് സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എമൗണ്ട് കോളത്തിലായിരിക്കും. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സ്ക്രാപ്പ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോസസ് ടു സം എക്സ്റ്റെൻറ്റ്. അതായത് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ സെയിലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെയിലബിൾ വഴി കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് കോസ്റ്റ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ബിക്കോസ് സ്ക്രാപ്പ് ഹാസ് ഓൺലി സ്മോൾ വാല്യൂ. അതായത് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പിക്ചറാണത് കേട്ടോ. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണൽ എൻട്രീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് നോർമൽ ലോസ് ഇൻ ദ പ്രോസസ് അക്കൗണ്ടിൽ നോർമൽ ലോസ് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോസസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ഫോർ റിയലൈസിങ് സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു നോർമൽ ലോസ് അക്കൗണ്ട്.
താങ്ക് യു.